എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 53 റിവ്യൂ ആണ്. തുടക്കം തന്നെ ജിൻഡോയും ജാസ്മിനും കൂടെ കിച്ചണിൽ നിന്നിട്ട് അടി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. റീസൺ, ജാസ്മിൻ വെണ്ടയ്ക്ക അരിഞ്ഞ സമയത്ത് അതിൻ്റെ കുരുവൊക്കെ ഫ്ലോറിൽ വീണു. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടാണ് ആദ്യ വഴക്ക്. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ കുക്ക് ചെയ്യുമ്പോൾ അടച്ചു വയ്ക്കുന്ന ആ പാത്രം എടുത്തിട്ട് കിച്ചൺ സ്ലാബിൽ വെച്ചു. അപ്പോൾ അവിടെ പൊടി ഉണ്ടായിരുന്നു, വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു എന്നുള്ളതാണ് ജിൻഡോ പറയുന്നത്. അത് തിരിച്ച് വീണ്ടും അടയ്ക്കുമ്പോൾ ആ ഫുഡിൽ ആ അഴുക്കും പൊടിയൊക്കെ വീഴില്ലേ എന്നുള്ളതാണ് ജിൻഡോൻ്റെ ഇത്. അപ്പോൾ ജാസ്മിൻ ജിൻഡോൻ്റെ അടുത്ത് തിരിച്ചു പറയുന്നത് കക്കൂസ് തൂക്കുന്ന ചൂല് കൊണ്ടുവന്ന് കിച്ചണിൽ വെച്ച ആളല്ലേ ഇത് പറയുന്നതെന്ന്. അങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കം കഴിഞ്ഞിട്ട് രണഭൂമി ടാസ്ക്, യുദ്ധം ചെയ്യാനുള്ള ടാസ്ക്. ഓരോ ടീമിനും ചാക്കുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബാരിക്കേഡുകൾ, ഷീൽഡുകൾ, തോക്കുകൾ, കളർ ബോംബുകൾ. ബസർ കേൾക്കുന്ന സമയത്ത് ആദ്യം വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യുക, വാർ വാണിംഗ് കേൾക്കുന്ന സമയത്ത് ബോംബുകൾ എറിഞ്ഞിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. അങ്ങനെ 4 ടീമുകളും യുദ്ധത്തിനൊരുങ്ങുന്നു. ജിൻഡോ ആദ്യം തന്നെ പ്ലാനിങ്, ഡിസ്കഷൻ, പവർ ടീമും ടണൽ ടീമും ഡെന്നും കൂടെ ആദ്യം നെസ്റ്റിനെ ആക്രമിക്കാനും നെസ്റ്റിനെ തോൽപ്പിക്കാനും തീരുമാനിക്കുന്നു. അങ്ങനെ ടാസ്ക് തുടങ്ങുന്നു. മാർച്ച് ചെയ്ത് ഓരോ ടീമും അവരുടെ ബാരിക്കേഡിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ ടാസ്ക് തുടങ്ങുന്നു. ആദ്യം വാക്കുകൾ കൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. അപ്പോൾ ബസർ അടിക്കുന്നു. പവർ ടീമും ഡെൻ ടീമും കൂടിയാണ് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ പവർ ടീമിലുള്ള നന്ദനയാണ് പിന്നെയും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്. സായി ഒന്നും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. സായിക്ക് നടുവിനെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ജിൻഡോ അപ്പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ട്, ഈ നട്ടല് വയ്യാത്തവനെ കൊണ്ടാണോ നിങ്ങൾ ഗെയിം കളിക്കാൻ വന്നതെന്ന്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഇങ്ങനൊന്നും പറയല്ലേ എന്ന് ജിൻഡോൻ്റെ അടുത്ത്. പവർ ടീമും ഡെൻ ടീമും അങ്ങനെ വാക്കുകൾ കൊണ്ട് വലുതായിട്ട് യുദ്ധം ചെയ്യാനൊന്നും നിന്നിട്ടില്ല. കൂടെ നന്ദന എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിനും ഇപ്പുറത്തുള്ള ഡെൻ ടീമും കിടന്നിട്ട് ഡാൻസും കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നെസ്റ്റും ടണലും കൂടെയാണ്. അവർ അത്യാവശ്യം നന്നായിട്ട് ഈ ടാസ്ക് കളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നെസ്റ്റിലുള്ള ഗബ്രിയും സിജോയും ഇപ്പുറത്തെ നോറയും. ടണൽ ടീമിലുള്ള അഭിഷേകും സായിൻ്റെ മാര് തന്നെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പക്ഷെ നോറ നന്നായിട്ട് സംസാരിച്ചു. അതേപോലെ ഇപ്പുറത്തെ ടീമിലാണെങ്കിൽ നെസ്റ്റിൽ പിന്നെ എല്ലാവരും നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അർജുനും അപ്സരയും ഗബ്രിയും സിജോയും ഒക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ടണലും നെസ്റ്റും അത്യാവശ്യം നല്ല രീതിയിൽ വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വാർ വാണിംഗ് വരുന്നു, ബോംബുകൾ എറിയാനുള്ള ടൈം. അപ്പം ജാസ്മിൻ പവർ ടീമിൽ സായിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നെസ്റ്റിനെ അല്ല എല്ലാവരും കൂടി എറിയുന്നതെന്ന്. സായി അവിടെ എന്തോ പോയതുപോലെ നിൽപ്പുണ്ട്, സായിക്ക് എങ്ങോട്ടെങ്കിലും എറി എന്നുള്ള രീതിയിൽ സായി നിൽക്കുന്നുണ്ട്. പക്ഷെ പവർ ടീമിലുള്ള നന്ദനെ ബാക്കിയുള്ളവരൊക്കെ കൂടെ ഡെൻ ടീമിലേക്ക് എറിയുന്നു. അപ്പം ഡെന്നും പവർ ടീമും കൂടെ ആദ്യം അറ്റാക്ക് ചെയ്യുന്നു. അത് ഇപ്പുറത്ത് നെസ്റ്റും ടണലും കൂടെ അറ്റാക്ക് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ബോംബുകൾ ഏത് ടീമിൻ്റെ ബാരിക്കേഡിൻ്റെ ഉള്ളിലാണോ അവരാണ് ആ റൗണ്ടിൽ നിന്ന് ഔട്ടാവുന്നത്. അങ്ങനെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെൻ പവർ ടീമിൻ്റെ ബാരിക്കേഡിൻ്റെ ഉള്ളിലേക്ക് 2 ബോംബുകൾ എറിഞ്ഞ് ബാരിക്കേഡിൻ്റെ ഉള്ളിൽ വീഴ്ത്തുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇവിടെ നടന്നൊരു ഗെയിം. ഡെൻ ടീമിലെ ശ്രീതു ഒരു ബോംബ് എടുത്തിട്ട് ടണൽ ടീമിലേക്ക് എറിയുന്നുണ്ട്. അത് ടണൽ ടീമിൻ്റെ ബാരിക്കേഡിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ബോംബ് നമ്മുടെ അഭിഷേക് എടുത്തിട്ട് നെസ്റ്റിന് എറിയുന്നുണ്ട്. അത് ചെന്ന് വീണത് ഗബ്രീൻ്റെ മുഖത്ത് തട്ടിയിട്ട് നെക്സ്റ്റ് ടീമിൻ്റെ ബാരിക്കേഡിൻ്റെ പുറത്താണ് പോയി വീഴുന്നത്. അപ്പോൾ ഇതിനെ ചൊല്ലിയിട്ട് വലിയൊരു വഴക്കും ഉണ്ടാകുന്നുണ്ട്. കാരണം ഗബ്രി അവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടേത് റെഡ് അല്ലേ, അപ്പോൾ ഈ റെഡിന്ന് എറിഞ്ഞ റെഡിന്ന് എങ്ങനെയാണ് യെല്ലോ കളറിലുള്ള ബോംബ് എറിയുക? അപ്പോൾ ഗബ്രീൻ്റെ മുഖത്ത് തട്ടിയപ്പോഴത്തേക്കിനും അവിടെ യെല്ലോ കളർ കണ്ണിൻ്റെ അവിടെ വരികയും ചെയ്തു. അപ്പോൾ ഗബ്രി ചോദിക്കുന്നത്, എങ്ങനെ ടണൽ ടീമിൻ്റെ കയ്യിൽ ആ യെല്ലോ കളറിലെ ബോംബ് വന്നു? അപ്പോൾ ടണൽ ടീം ആദ്യമൊന്നും ഒരു നിലയ്ക്ക് സമ്മതിക്കുന്നില്ല, നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, നമ്മളാരും എറിഞ്ഞിട്ടില്ല എന്നാണ് റസ്മിനും പിന്നെ നമ്മുടെ ഋഷിയൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളൊരു ഗെയിം എന്താണെന്ന് വെച്ചാൽ, ഡെൻ ടീമിലുള്ള ജാസ്മിനും ശ്രീതുവും ടണൽ ടീമിലുള്ള റസ്മിനും കൂടെ പ്ലാൻ ചെയ്തിരുന്നു നെസ്റ്റിന് സംശയം തോന്നാതിരിക്കാൻ 1-2 ബോംബ് ഡെൻ ടീമിൽ നിന്ന് ടണൽ ടീമിൻ്റെ ബാരിക്കേഡിന് പുറത്തേക്ക് എറിയാമെന്ന്. അപ്പോൾ ആ ബോംബ് എടുത്തിട്ട് അഭിഷേക് തിരിച്ച് നെസ്റ്റിനെ തന്നെ എറിയുമെന്നും അത് ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് അവിടെ വരുമെന്നുള്ളത് അവർ വിചാരിച്ചിട്ടില്ല. ഇതൊക്കെ പിന്നെയാണ് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്, ഒരു പ്ലാൻ ചെയ്തതാണെന്ന്. പക്ഷെ റസ്മിൻ ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല, ഞങ്ങൾക്കിത് അറിയേയില്ല എന്നുള്ള രീതിയിലാണ് റസ്മിൻ സംസാരിച്ചത്. അങ്ങനെ റസ്മിൻ്റെ അഭിനയം കണ്ടപ്പോഴത്തേക്കിനുമാണ് എനിക്ക് മനസ്സിലായത്, അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ റസ്മിൻ അറിഞ്ഞുകൊണ്ടും ഇതേപോലെ ഒരു ആക്ട് ചെയ്യാനായിട്ട് അറിയാമല്ലേ എന്നുള്ളൊരു കാര്യം. ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോഴത്തേക്കിനും ഡെൻ ടീമിൽ നിന്ന് 2 ബോംബ് പവർ ടീമിലേക്ക് എറിഞ്ഞിരുന്നു. അങ്ങനെ പവർ ടീമാണ് ആദ്യ റൗണ്ടിൽ ഔട്ടാവുന്നത്.
അങ്ങനെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഗബ്രിയിലെ മുഖത്ത് ആ മഞ്ഞ ബോംബ് എറിഞ്ഞത് എങ്ങനെ എന്നുള്ളത്. അപ്പോൾ രതീഷാണ് ഇതിൻ്റെ ജഡ്ജ്. അപ്പോൾ രതീഷിൻ്റെ അടുത്ത് ടണൽ ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്യണം, അവർ റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത് ചെയ്തത്, അവരവരുടെ ബോംബ് മാത്രമേ എടുത്തെറിയാൻ പാടുള്ളൂ എന്നുള്ളതുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ റസ്മിനും ജാസ്മിനും ഗബ്രിയൊക്കെ കൂടെ അവിടെ കിടന്നിട്ടുള്ളൊരു വഴക്ക്. ആക്ച്വലി ഇവർ ഈ വഴക്കിടുമ്പോഴും ഇതിവർ ശരിക്കും വഴക്കിടുന്നതാണോ, ഒറിജിനലായിട്ട് വഴക്കിടുന്നതാണോ, അതോ ഫേക്ക് ആണോ എന്നുള്ളതൊന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒറിജിനലായിട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഗെയിം നല്ലതാണ്. കാരണം ഇങ്ങനെ ഈ ഓപ്പോസിറ്റ് നിന്ന് ഗെയിം കളിക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാവർക്കും കണ്ടന്റ് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരാണ്. ഗബ്രി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും റസ്മിൻ ആണെങ്കിലും ഒക്കെ എന്ത് വേണമെങ്കിലും തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഓപ്പോസിറ്റ് നിന്ന് ഗെയിം കളിക്കുന്നത് കാണാനാണ് രസം, ഒറിജിനൽ ആണെങ്കിൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റൗണ്ട്. അപ്പോൾ ബിഗ് ബോസ് എടുത്തു പറയുകയാണ്, സത്യസന്ധത ഓരോ ജവാന്റെയും മുഖമുദ്രയാണ്, സ്വന്തം ബോംബുകൾ മാത്രം എതിർ ടീമിലേക്ക് എറിയുക എന്നുള്ളത്. അപ്പോൾ ഗബ്രിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നേരത്തെ ടീമിൽ ഇവരെറിഞ്ഞത് പിന്നെ ഡെന്നിൻ്റെ ബോംബ് തന്നെയായിരുന്നു. അപ്പോൾ അതിലൊരു കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ബസർ അടിക്കുന്നു. ആദ്യം വാക്ക് തർക്കത്തിൽ ഡെന്നും നെസ്റ്റും കൂടെ ഡെന്നും ടണലും കൂടെ നെസ്റ്റിലെ ആക്രമിക്കാനാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ സിജോയ്ക്ക് സംസാരിക്കാൻ വയ്യ. സിജോയ്ക്ക് ഈ താടീൻ്റെ അവിടെ പെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഗബ്രിയാണ് അവിടെ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പം ഗബ്രി ആദ്യം തന്നെ ഈ കള്ളത്തരം കാണിച്ചതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചു തുടങ്ങുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ടണല് നെസ്റ്റിൻ്റെ ബാരിക്കേഡിൻ്റെ ഉള്ളിൽ ബോംബെറിഞ്ഞ് വീഴ്ത്തുന്നു. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിൽ നിന്ന് നെസ്റ്റ് ഔട്ടാവുന്നു. നെസ്റ്റ് നന്നായിട്ട് ഗെയിം കളിച്ചു. അത് വാക്കുകൊണ്ടുള്ള അറ്റാക്കിലായാലും ശരി, ബോംബ് കൊണ്ടുള്ള അറ്റാക്കിലായാലും ശരി. അങ്ങനെ ഫൈനൽ റൗണ്ടിൽ ഡെന്നും ടണലുമാണ് വന്നിട്ടുള്ളത്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷേ ടണൽ 5-6 ബോംബുകൾ ഡെന്നിൻ്റെ ബാരിക്കേഡിൻ്റെ ഉള്ളിലേക്കാക്കി. ഇതിനിടയ്ക്ക് ഡെന്നിൻ്റെ ഇതിലേക്ക് വീഴുന്ന ബോംബുകളൊക്കെ ജിൻഡോ നൈസായിട്ട് കാലുകൊണ്ട് തട്ടി പുറത്തേക്ക് ഇടുന്നുണ്ട്. പക്ഷേ രതീഷ് അത് കണ്ടു. അങ്ങനെ ടോട്ടൽ 6-5 ബോംബുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഡെന്ന് അതിനകത്ത് നിന്ന് ഔട്ടാവുന്നു. ഫൈനലി ടണൽ ആ ടാസ്കിൽ ജയിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ടാസ്കിൽ ഫസ്റ്റ് വന്നിട്ടുള്ള ടണലിന് 3 പോയിന്റ്, സെക്കൻഡ് വന്നിട്ടുള്ള ഡെന്നിന് 2 പോയിന്റ്, തേർഡ് വന്നിട്ടുള്ള നെസ്റ്റിന് 1 പോയിന്റ്, പവർ ടീമിന് പോയിന്റുകളൊന്നുമില്ല, 0. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. ഇതിലെടുത്ത് പറയാനായിട്ടാണെങ്കിൽ ഈ ഗബ്രി ജാസ്മിൻ റസ്മിനും തമ്മിലുള്ളൊരു ഫൈറ്റാണ്. ഞാൻ കുറച്ച് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിവർ റിയലായിട്ട് ചെയ്യുന്നതാണോ അതോ ഫേക്കായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ റിയലായിട്ടാണെങ്കിൽ രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവരിങ്ങനെ ഓപ്പോസിറ്റ് നിന്ന് ഗെയിം കളിക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. അതേപോലെ നമ്മുടെ നെസ്റ്റിൻ്റെ ടീം വർക്ക് അവർ അടിപൊളിയാണ് കേട്ടോ ആ കാര്യത്തിൽ. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ സായി എന്താണ് സായിൻ്റെ ഗെയിമെന്ന് മനസ്സിലാവണില്ല. എന്താ സായി ഇറങ്ങി കളിക്കാത്തതെന്ന് മനസ്സിലാവണില്ല. സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ സായി ഒന്നും മിണ്ടുന്നില്ല. പിന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നതാണ് കാണുന്നത്. പുള്ളി എന്താണ് ഉദ്ദേശിക്കണമെന്നാണ് മൊത്തത്തിലൊരു എപ്പോഴും ഒരു വയ്യാത്ത മാതിരിയാണ് പുള്ളീൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ. എന്താണ് പുള്ളിയുടെ ഒരു ഗെയിം എന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല. പിന്നെ ഇതേപോലെ അഭിഷേക് ശ്രീകുമാർ ഈ പറഞ്ഞതുപോലെ വലിയ സംസാരമൊന്നുമില്ല, പക്ഷെ പുള്ളി നൈസായിട്ട് സിജോനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.